ഇവർക്ക് നമസ്കാരം. അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 നടന്ന അറ്റൻഡർ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? 1. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ. 2. അഭിനവ കേരളം ആത്മവിദ്യാകാഹളം. 3. നാലാഗമങ്ങൾ ധ്യാന സല്ലാപങ്ങൾ. 4. വേദാധികാര നിരൂപണം അരുൾനൂൽ. ഇതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കുളച്ചൽ യുദ്ധം. അടുത്ത ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ എ ജോസഫ് നോയൽ പേറ്റൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരില്ല? 1. ആനി ബസന്റ്. 2. ഡേവിഡ് ഹാരെ. 3. എസ് സുബ്രഹ്മണ്യ അയ്യർ. 4. ലോകമാന്യ തിലകർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 3ഉം 4ഉം. അടുത്ത ചോദ്യം, ഫ്രാൻസിലെ ജേക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. ആറാമത്തെ ചോദ്യം, 2024 ഐക്യരാഷ്ട്ര സഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ജനുവരി 3. അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ ധരാന്തരീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡെറാഡൂൺ. അടുത്ത ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കൃഷ്ണ. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, NW3. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അനുവാദിനി. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1. മഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത്. 2. മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 3. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വാണിജ്യ ബാങ്കുകൾ. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ്. 4. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 2ഉം 3ഉം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 18ാമത്തെ ചോദ്യം, പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ാം സ്ഥാനം. 19ാമത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അരവിന്ദ് പനഗാരിയ.
20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അതായത് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. 21ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം മാത്രമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരം ആയിരിക്കും. 25ാമത്തെ ചോദ്യം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. 26ാമത്തെ ചോദ്യം, 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 3ഉം. 2ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയും 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ല. അടുത്ത ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് രൂപീകൃതമായത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 243 കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. 30ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവയൊന്നുമല്ല. 31ാമത്തെ ചോദ്യം, സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കാനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ എ സി അച്യുതമേനോൻ. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. അടുത്ത ചോദ്യം, ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലമാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻ എ മാനന്തവാടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഓപ്ഷൻ സി ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികളിൽ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? ഓപ്ഷൻ എ ദൃഷ്ടിപടലം. ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ ബി ആട്. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത്? ഓപ്ഷൻ ഡി വൈറസ്.
38ാമത്തെ ചോദ്യം, WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. 39ാമത്തെ ചോദ്യം, എന്താണ് ശരണ്യ പദ്ധതി? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. 40ാമത്തെ ചോദ്യം, വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ബെറി. 41ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി സൗദി അറേബ്യ. 42ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരി. അതായത് ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അടുത്ത ചോദ്യം, ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 44ാമത്തെ ചോദ്യം, കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി പാസ്കൽ നിയമം. 45ാമത്തെ ചോദ്യം, ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇലക്ട്രോൺ ഡൈനാമിക്സ്. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 4 ശരിയാണ്. 47ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 48ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ാമത്തതും 4ാമത്തതും ശരിയല്ലാത്തതാണ്. 49ാമത്തെ ചോദ്യം, സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി റോസ്റ്റിംഗ്. 50ാമത്തെ ചോദ്യം, ഒഗാനേസോൺ എന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൃത്രിമ മൂലകമാണ്. 51ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വാണ്ടം ഡോട്ട്സ്. 52ാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MG വാസുദേവൻ നായർ. 53ാമത്തെ ചോദ്യം, യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചവിട്ട് നാടകം. 54ാമത്തെ ചോദ്യം, കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 56ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ സി തലശ്ശേരി. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 57ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോഴിക്കോട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇഗ സ്വിയാടെക്. 59ാമത്തെ ചോദ്യം, വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. HTML. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. 2. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു.
3 ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 61ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 62ാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എം സേവനം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ സി ഐരാവത്. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. 66ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആവാം? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എയും ബിയും. അതായത് ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. അടുത്ത ചോദ്യം, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമപ്രകാരം 2005 ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എയും ബിയും. അതായത് ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. 69ാമത്തെ ചോദ്യം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 103. 70ാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉത്തര കൊറിയ. ഇനിയും മാത്സിലെ ചോദ്യങ്ങളാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം. 71ാമത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏതാണ്? 2, 9, 28. പിന്നെ ഇവിടുത്തെ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 126, 217. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 65. 72ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 1/4. 73ാമത്തെ ചോദ്യം, തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 68ആയ സംഖ്യകൾ ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 16ഉം 18ഉം. 74ാമത്തെ ചോദ്യം, 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം വന്ന ഒരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്നയാളുടെ തൂക്കം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 52. 75ാമത്തെ ചോദ്യം, ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റും? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 4.5. അടുത്ത ചോദ്യം, ഒരാൾ ഒരിടത്ത് സൈക്കിളിൽ പോവാനും തിരിച്ച് നടന്നു പോവാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോവാനാണെങ്കിൽ എത്ര സമയം എടുക്കും? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 14 മണിക്കൂർ. 77ാമത്തെ ചോദ്യം, എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപ ആകും? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 വർഷം. 78ാമത്തെ ചോദ്യം, റൂട്ട് ഓഫ് 30 2/5 പ്ലസ്
23 3/10 പ്ലസ് എത്ര? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 10 3/10. 79ാമത്തെ ചോദ്യം, 31% ഓഫ് 210 അധികം 49% ഓഫ് 320 മൈനസ് 41% ഓഫ് 120. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 172.7. 80ാമത്തെ ചോദ്യം, ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിന്റെയും വെള്ളത്തിന്റെയും റേഷ്യോ എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 59:31. 81ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. 82ാമത്തെ ചോദ്യം, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ശരിയായിട്ടുള്ള ആർട്ടിക്കിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എ എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 83ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ എമർജൻസി പ്രൊസീജിയർ ടു റിവൈവ് സംവൺ ടു കോൺഷ്യസ്നെസ്. 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 85ാമത്തെ ചോദ്യം, റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവരി മോർണിംഗ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സെലിൻ സെഡ് ദാറ്റ് ഷീ ഡ്രിങ്ക്സ് എ കപ്പ് ഓഫ് കോഫി എവരി മോർണിംഗ്. 86ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ്സ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതൊരു അഡ്ജക്റ്റീവ് ആണ്. 87ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ഹാവ് കം ടു ദ പാർട്ടി. ഹാവ് ദേ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 88ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് മീനിങ് പോസ്റ്റ്പോൺ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്റ്റാൻഡ് ഓവർ. 89ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ഇഡിയം അണ്ടർലൈൻഡ്. ഷീ റിഫ്യൂസ് ടു ബി ലെഡ് ബൈ ദ നോസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 90ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് പെട്രിഫൈഡ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബ്രേവ്. 91ാമത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അതിഥി. 92ാമത്തെ ചോദ്യം, നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഓപ്ഷൻ എ ഉച്ചം. കാലത്തിന് യോജിച്ചത് ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കാലോചിതം. രക്തം പര്യായമേത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രുധിരം. 95ാമത്തെ ചോദ്യം, എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ് കർശനമായി പെരുമാറുക. സിംഹി പുല്ലിംഗ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സിംഹം. 97ാമത്തെ ചോദ്യം, പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ എന്താണ്? ഓപ്ഷൻ എ ആണ് നിരീക്ഷണ ഘട്ടം. 98ാമത്തെ ചോദ്യം, വരികടോ എന്നത് പിരിച്ചെഴുതാനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വരിക പ്ലസ് എടോ. 99ാമത്തെ ചോദ്യം, പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വൈദ്യർ. 100ാമത്തെ ചോദ്യം, വിൺ അധികം തലം ചേർത്തെഴുതുക. ഓപ്ഷൻ എ ആണ് വിണ്ടലം. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു ചോദ്യ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.